ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലോ തൊടുപുഴയിലോ ഒന്നുമല്ല കേട്ടോ. ഞാനിന്ന് എൻ്റെ മാമാൻ്റെ വീട്ടിലാണുള്ളത്. അതായത് ഉമ്മാൻ്റെ വലിയ കട വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്നുള്ളൊരു ലെവലിൽ വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി കുക്കിങ്ങൊക്കെയാണ് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലൊക്കെയാണ്. അപ്പോൾ അസ്നാൻ്റെയാണ് കേട്ടോ കുക്കിങ്. ഇത് അസ്നയല്ല, ഇത് നമ്മുടെ അസ്നാൻ്റെ അനിയത്തിയാണ് കേട്ടത്, അസ്മ. തനമോളും ഉണ്ട് കേട്ടോ കുക്കിങ്ങിൽ. തനമോള് ബെറോട്ട ചുടുകയാണ്, ബെറോട്ട. അപ്പോൾ ഇത് ഷവായി പൊറോട്ടയാണ് കേട്ടോ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതാണ് അമ്മായി അപ്പോൾ പൊറോട്ട വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കടയിൽ നിന്നും മേടിക്കുന്ന ഉണ്ടാക്കുന്ന അതുകൊണ്ട് പൊറോട്ട അല്ല കേട്ടോ, ഒരു വെറൈറ്റി പൊറോട്ടയാണത്. തനമോളും അസ്മയും കൂടിയിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്, മാറി മാറിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാമയും അമ്മായും 3 മക്കളുമാണ് കേട്ടോ. 3 ആളും പെൺകുട്ടികളാണ്. അസ്ന, അസ്മ, അമ്ന. അപ്പോൾ ഇത് അസ്മ കേട്ടോ. ഇതാണ് നമ്മുടെ കുക്കിംഗ് അസ്ന. എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. സംഭവം ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. യൂട്യൂബൊക്കെ നോക്കി പഠിച്ചാന്നാണ് പറയണത്. കഴിക്കുമ്പോഴേ അറിയുള്ളൂ എന്താ അവസ്ഥ എന്ന്. അപ്പോൾ കുക്കിങ് പരിപാടിയിലാണ്. എനിക്ക് പിന്നെ ഞാനൊന്നും കൂടിയൊന്നും ഇല്ല കേട്ടോ. വന്നത് ചായയൊക്കെ വെച്ച് വന്ന് ചായയൊക്കെ കുടിച്ച് അവരുടെ കുക്കിംഗ് പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ വീടാണ് കേട്ടോ. ഇവരുടെ വലിയ സൗകര്യങ്ങൾ സെറ്റപ്പൊന്നും ഇല്ല. ഉള്ള വീട്ടിലവർ ഹാപ്പിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മയോണൈസാണ് കേട്ടോ. അതൊക്കെ അവൾ അരച്ചതാണ്. അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ പായൊക്കെ വിരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ വട്ടത്തിലിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തറയിൽ തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കൊണ്ട് വെച്ചത്. അപ്പോൾ സംഭവം ഫുഡ് എന്താണ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഗ്രേവിയും ഷവായി നല്ല വെന്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പൊറോട്ട അതെ നല്ല ചപ്പാത്തി പോലെ, ചപ്പാത്തി അല്ല കേട്ടോ, ചപ്പാത്തി പോലെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ ചോറും കൂടെ അടിച്ച് മിക്സ് ചെയ്ത് ചേർത്തിട്ടാണ് കേട്ടോ ഈ പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. മൈദ മിക്സൊക്കെ ചെയ്തിട്ട് ഏതാണ്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തോട്ട് വിടാനൊന്നും കയറാനും സമ്മതിച്ചില്ല. കുക്കിങ് സഹായിക്കാനൊക്കെ പോയപ്പോൾ ആ പുള്ളിക്കാരത്തിയാണ് കേട്ടോ, അമ്ന. അതാണ് ലാസ്റ്റിലാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അസ്ന. അപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഓട്ടോയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ വീട്ടിലോട്ട് കയറുകയാണ്. പിന്നെ ഇവിടെ വന്നതും പെട്ടെന്ന് സമയം പോയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.